ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി അത് ലൈവിൽ ഞാൻ കണ്ടിരുന്നു. ഇടാൻ ഇത്തിരി വൈകിപ്പോയി, പല സാങ്കേതിക തടസ്സങ്ങളും കാരണം ഇടാൻ വൈകിപ്പോയതാണ്, ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വിന്നർ ആണെന്ന് സങ്കല്പിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഒരു പ്രസ് മീറ്റിംഗ് നടത്തുക എന്നുള്ളതാണ്. 4 ചോദ്യങ്ങൾ വീതം ചോദിക്കാമായിരുന്നു. ഓരോരുത്തരും മുന്നോട്ട് വന്ന് നല്ല രീതിക്ക് തന്നെ സംസാരിച്ചു, വിന്നർ ആണെന്ന് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. അപ്പൊ ഇതാണ് ഈ ഒരു ടാസ്ക്, പ്രസ് മീറ്റിംഗ് ടാസ്ക് ആണ്. അപ്പൊ അനീഷ് മുന്നോട്ട് വന്നു ആദ്യം തന്നെ സംസാരിച്ചു. അനീഷിന് നേരെ വന്ന ചോദ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ അനീഷ് മറുപടി കൊടുത്തു കേട്ടോ. സാധാരണ ആദ്യം വന്നു നിന്ന് അനീഷ് സംസാരിക്കാറുള്ളപ്പോൾ ഒരുപാട് വിമർശനം വന്നിട്ടുള്ളതാണ്. മണ്ടത്തരമേ പറയാറുള്ളൂ, വെറും ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി ഇരിക്കാറാണ് പതിവ്, ബിഗ് ബോസ് വരെ കളിയാക്കി വിടാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു മറുപടി ആയിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി. അനീഷ് വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ചെയ്തു. ആദ്യം ഒരു ട്രിക്കി ചോദ്യം ചോദിച്ചു കേട്ടോ. വളരെ ട്രിക്കി ആയിട്ടുള്ള, ചില മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ട്രിക്കി ചോദ്യം ആദ്യം ചോദിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിന്റെ നാട്ടിലെ ഒരു സ്കൂള്, അനീഷ് പഠിച്ച 7ാം ക്ലാസ് വരെ പഠിച്ചൊരു സ്കൂളോ മറ്റോ ആണ്. ആ സ്കൂള് ഇപ്പൊ തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ ആ സ്കൂള് പുനർനിർമ്മിക്കാനായിട്ട് അനീഷ് പൈസ കൊടുക്കുമെന്ന് എന്തോ പറഞ്ഞിരുന്നു. ഇത് ജയിച്ചു കഴിഞ്ഞാലെന്നോ അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് അനീഷിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അത് വെച്ചിട്ടാണ് ആദ്യം ഒരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ തന്നെ അനീഷ് ഒരു മറുപടി കൊടുത്തു കേട്ടോ. അത് അക്ബറൊക്കെ അതിനെ വേറെ രീതിയിലൊക്കെ ആക്കി പറയാനായിട്ട് ശ്രമിച്ചിരുന്നു. അക്ബർ എന്താണ് പറഞ്ഞതെന്നൊക്കെ നിങ്ങളത് എപ്പിസോഡിൽ ഉറപ്പായിട്ടും കാണിക്കുമെന്നാണ് തോന്നുന്നത്. രാവിലത്തെ ഒരു പ്രധാന സംഭവം തന്നെയായിരുന്നു. കട്ട് ചെയ്യാതെ ബിഗ് ബോസ് കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അനിമോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ അനീഷ് ഒരു വെളിപ്പെടുത്തൽ പോലെ പറയുന്നുണ്ട്, എനിക്കൊരു ഇഷ്ടം, ഒരു സ്നേഹമൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള 2 പേരാണ്, ജിസയിലും പിന്നെ അനുമോളും. അനുമോളുടെ കാര്യം അനുമോൾ തന്നെ പറയുന്നതാണ്. അനുമോൾ എന്നുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ തന്നെ പറയുന്നതാണ്, ഡേറ്റ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രസമായിരുന്നു സംഭവങ്ങള്. പിന്നെ എനിക്കൊന്ന് ഷാനവാസ് ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇനി മുമ്പോട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് തന്നെയായിരിക്കും, എഴുത്തിന്റെ മേഖലയിൽ തന്നെ തുടരാനാണ് ഇഷ്ടം എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ചോദ്യങ്ങൾ കേട്ടോ. അക്ബർ ആദിലയുടെ വാലെ പിടിച്ചിട്ടാണ് ഒരു ചോദ്യം ചോദിച്ചത്. ചാരിറ്റി ആണോ, ചുമതലയായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഈ ഒരു പൈസ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ചാരിറ്റി ആയിട്ടാണോ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണോ നിങ്ങൾ കാണുന്നത് എന്നുള്ളതായിരുന്നു അക്ബറിന്റെ ഒരു തുടർ ചോദ്യം. അപ്പൊ ഇതൊക്കെയായിരുന്നു സംഭവം. എപ്പിസോഡിൽ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.